യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിലെ 28-ാമത്തെ വാക്യം വായിക്കാം. ഈ യോവേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് ആരംഭിക്കുന്നതേ ദുഃഖവും നിരാശയും നെഗറ്റീവായി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ഒരു തോട്ടമുണ്ടാക്കി. പക്ഷെ ആ തോട്ടത്തിൽ നിന്ന് ഫലമെടുക്കാൻ ചെന്നപ്പോൾ ഫലമില്ല. വളരെ നിരാശപ്പെട്ട് വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ അതിൻ്റെ വിഷമത്തിൽ തോട്ടക്കാരൻ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം ആ തോട്ടക്കാരനോട് പറയുകയാണ്, നിന്റെ സംവത്സരങ്ങളെ ഞാൻ മടക്കിത്തരാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് മടക്കിത്തരാൻ പോകും. നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ നഷ്ടപ്പെട്ടതായ മറ്റു കാര്യങ്ങളല്ല, നഷ്ടപ്പെട്ടത് 8, 9, 10 വർഷമായിട്ട് നിങ്ങൾ അധ്വാനിച്ചത് ആരോ പെട്ടെന്ന് വന്ന് പുഴു തിന്ന് കളഞ്ഞു. വെട്ടുകിളി വന്ന് തിന്ന് കളഞ്ഞു. വെട്ടുകിളി പെട്ടെന്ന് വന്ന് വെട്ടുകിളികൾ ഇറങ്ങി അതിനെ വെട്ടി നശിപ്പിക്കുന്ന അത് ശാപത്തിന്റെ ലക്ഷണമാണ്. വെട്ടുകിളി, പുഴു. ഹല്ലേലൂയ. എന്താണ് തുള്ളനും പച്ചപ്പുഴു. ഹല്ലേലൂയ. വെട്ടുകിളിയും തിന്ന് കളഞ്ഞതിനെ, നശിപ്പിച്ചതിനെ, തകർത്തതിനെ, അതായത് കള്ളനെ പോലെ പിശാച് വന്ന് നിന്റെ സ്വസ്ഥതയെ, സമാധാനത്തെ, സന്തോഷത്തെ, ആരോഗ്യത്തെ, തലമുറകളെ, കുടുംബജീവിതത്തെ തകർത്ത് കളഞ്ഞതിന് ദൈവം പറയുന്നു, ഞാൻ അതിന് പകരം തരാൻ പോവുകയാണ്. ഞാൻ നിനക്ക് പകരം തരുന്ന ദൈവം, ഞാൻ ഇരട്ടിയായി പകരം തരുന്നവൻ. ആരോഗ്യം തരുന്നവൻ, ആയുസ് തരുന്നവൻ, അവയവങ്ങളെ തിരിച്ചു തരുന്നവൻ, പിശാച് മോഷ്ടിച്ച ബ്ലഡിനെ തിരിച്ചു തരുന്നവൻ, അവയവത്തെ തിരിച്ചു തരുന്നവൻ, കുടുംബജീവിതത്തെ തിരിച്ചു തരുന്നവൻ, തലമുറകളെ തിരിച്ചു തരുന്നവൻ. തിരിച്ചു പിടിക്കുന്നൊരു തലമുറ, തിരിച്ചു പിടിക്കുന്ന അർത്ഥമുള്ളവന് മാത്രമേ ഇന്ന് മകൻ തിരിച്ചു പിടിക്കാൻ സാധിക്കത്തുള്ളൂ. വിളിച്ചു പറയാം, ഇന്ന് നീ ഇവിടെ ഇരുന്ന് ചോദിച്ചോ, സംവത്സരങ്ങളെ ദൈവം തരാൻ പോവുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, സ്പിരിച്വലായിട്ടുള്ള ബ്ലെസ്സിങ്ങിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഭൗതികമായ സംവത്സരങ്ങൾ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, വെട്ടുകളിൽ തുള്ളനും പച്ചപ്പുഴുവൊക്കെ നീ ഉണ്ടാക്കി, നനച്ച് നട്ടുണ്ടാക്കി, രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി. നമുക്കറിയാം കർഷകര് അവരെല്ലാവരും ആത്മഹത്യ ചെയ്യുന്ന ഞങ്ങൾ പത്രങ്ങൾ വായിച്ചു കാണും. കർഷകന്മാര് പെട്ടെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വാഴ നട്ടു, തെങ്ങ് നട്ടു, പലതും നട്ടു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എല്ലാം മഴയും ഇടിയും മിന്നലും കാലവർഷ കെടുതികളും ഭൂകമ്പും ഭൂചലനം കൊണ്ട് എല്ലാം പോയിരിക്കുന്നു. ഉടനെ ചെന്ന് കയറെടുത്ത് തൂങ്ങിച്ചാവുകയാണ്. ഹല്ലേലൂയ. തൂങ്ങിച്ചാകേണ്ട സമയം കഴിഞ്ഞെങ്കിലും ഇന്നും നീ ജീവനോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ്. നീ മരിച്ചു മണ്ണടിയേണ്ട സമയം കഴിഞ്ഞു. തൂങ്ങിച്ചാവാൻ കയറെടുത്തവർ ഇതിനകത്തിരിപ്പുണ്ട്, ആഗ്രഹിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്, ഒന്നാരെങ്കിലും കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞവർ ഇതിനകത്തിരിപ്പുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്നെ പണിയാൻ പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ മാത്രമല്ല, ഞാൻ നിന്നെ അഭിഷേകത്തിൽ നിന്നെ പിശാച് ഏതൊക്കെ മേഖലകളിൽ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് നിന്നെ മോഷ്ടിച്ച് നിന്നെ കൊള്ളയടിച്ചോ, അതിന് പകരം അതേ ആയുധം നിന്റെ കയ്യിൽ പിശാചിന്റെ പിടിച്ച് നിന്റെ കയ്യിൽ തന്നിട്ട് നീ അനുഭവിച്ച അതേ സ്പർശനത്തിൽ വരുന്ന ആയിരങ്ങളെ വിടിവിക്കാൻ ദൈവം നിന്നെ ഒരു പിടിവള്ളിയ ഒരു മൂർച്ചയേറിയ ആയുധമാണ്.
51:15 പെട്ടെന്ന് വായിച്ചു. യിരെമ്യാവിന്റെ പുസ്തകം 51:15 പെട്ടെന്ന് വായിക്കുക. എല്ലാരും പറഞ്ഞോട്ടെ. സൃഷ്ടിച്ചു സ്ഥാപിച്ചു പറഞ്ഞോട്ടെ. സൃഷ്ടിച്ചു സ്ഥാപിച്ചു പറഞ്ഞോട്ടെ. സൃഷ്ടിച്ചു സ്ഥാപിച്ചു വിരിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിമിഷ നേരം കൊണ്ടാണ് ചിലതിനെ സൃഷ്ടിക്കുന്നത്. അതാ ദൈവം പറഞ്ഞ നിന്റെ വെട്ടുകളിൽ തുള്ളനും പച്ചപ്പുഴും ഒക്കെ തിന്നു കളഞ്ഞതിനെ മുഴുവനും ഈ നാടുകളിൽ ഒരു സൃഷ്ടിപ്പിന്റെ ക്രിയേറ്റീവ് മിറക്കിൾസ്, ഒരു ക്രിയേഷൻ പവർ ആൻഡ് ഗ്ലോറി നിന്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ശരീരത്തിൽ പിശാച് മോഷ്ടിച്ച കിഡ്നിയെ, പിശാച് നഷ്ടപ്പെടുത്തിയ അവയവത്തെ സെക്കൻഡ് മതി എന്റെ ദൈവത്തിന് സൃഷ്ടിക്കാൻ, അപ്പോസ്തലന്മാരെ സൃഷ്ടിക്കാൻ, പ്രവാചകന്മാരെ സൃഷ്ടിക്കാൻ, അഭിഷിക്തന്മാരെ സൃഷ്ടിക്കാൻ, ഒരു നിമിഷം കൊണ്ട് നിന്നെ സൃഷ്ടിക്കുന്നവനാണ് ദൈവം. ദൈവം ചിലരെയൊക്കെ വിളിച്ചത് എല്ലാം തികഞ്ഞവരെയല്ല. ബൈബിൾ കോളേജിൽ പഠിച്ച് PhD എടുത്തവന്മാരെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. മീൻ ചന്തയിൽ മീൻ വിറ്റുകൊണ്ടിരുന്നവനും പടകിനകത്ത് മീൻ വലയും കൊണ്ട് മീന് പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാത്തവനെയൊക്കെ കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് പ്രവാചകനാക്കി, അപ്പോസ്തലനാക്കി, പത്രോസിനെ. ഹല്ലേലൂയ. ദൈവം നേരെ പോയത് ഉന്നത കുടുംബത്തിനകത്തല്ല, ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് കുളിച്ച് വൃത്തിയായി ശുദ്ധമായി സ്പ്രേ അടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ അല്ല, പ്രാഗൽഭ്യമുള്ളവനെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആർക്കും വേണ്ടാത്ത ചിലതിനെ സൃഷ്ടിച്ച് അപ്പോസ്തലനാക്കി, പ്രവാചകന്മാരാക്കിയ എന്റെ ദൈവം ഇന്ന് പകല് നിന്നെ നോക്കി പറയുക, ആർക്കും വേണ്ടാത്ത നിന്നെ ഇന്ന് പകൽ എന്റെ ദൈവം ആർക്കും വേണ്ടാത്ത ചിലതിനെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം സൃഷ്ടിക്കാൻ ഇറങ്ങിയാൽ നിമിഷനേരം കൊണ്ട് ചിലത് ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് ദൈവം. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തെയാണ് ഇന്ന് പകൽ നീ ആരാധിക്കുന്നത്. അവനെ നീ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം, സ്തോത്രം ചെയ്യണം. നീ പാടേണ്ടത് കണ്ണുനീരെന്ന് മാറുന്ന പാട്ടല്ല, നീ പാടേണ്ടത് പരിശുദ്ധൻ മഹോന്നത ദേവൻ. അവൻ വലിയവൻ, മേഘാരൂഢനായി വരുന്നവൻ, അവൻ ആദിമൂലം, അവൻ അൽഫയും ഒമേഗയും. ഓ യെസ്, ഹല്ലേലൂയ. അവനെ ഉയർത്തുന്നു, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. അവൻ ദൈവം ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെയാണോ ഈ ഭൂമിയിലുള്ളതിനെയാണോ? പലതിനെയാണ്. ഈ ദൈവം ആദ്യത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? ആകാശവും ഭൂമി. ആർക്ക് വേണ്ടി? അന്ന് മനുഷ്യനുണ്ടാവും. അപ്പൊ നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവത്തിനെ നീ വായും തുറന്ന് ഉറങ്ങി 45 ഡിഗ്രി ചരിഞ്ഞിരുന്ന് സഭയ്ക്കകത്തിരുന്ന് വരയ്ക്കാതിരുന്ന് ഉറങ്ങുന്ന നിനക്ക് 99 വർഷമായിട്ട് ബിലീവറായ നിനക്ക് ഇതുവരെ ഗുണപ്പെടാത്തതിന് കാരണം എന്താണ്? ദൈവം ആരെന്ന് നിനക്ക് അറിയത്തില്ല. നീ ഇന്നും പലതിനെ കുറിച്ച് വ്യാകുലപ്പെട്ടു, പലതിനെ കുറിച്ചും ചിന്തിച്ചു വരിക്കുമ്പോൾ വചനമെടുത്ത് ഒന്നാമത്തെ ജെനസിസ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്ക്. നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയുള്ളതിനെ ഉണ്ടാക്കിയ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി വീട് ഒരുക്കിയ ദൈവം, പാർപ്പിടം ഒരുക്കിയ ദൈവം, മൃഗങ്ങളെ ഒരുക്കിയ ദൈവം, നിനക്ക് ഭക്ഷിക്കാൻ മത്സ്യത്തെ ഒരുക്കിയ ദൈവം, നിനക്ക് അതത് തരത്തിലുള്ള വിത്തുകളെ ഉണ്ടാക്കിയ ദൈവം, ഫ്രൂട്ട്സ് ഉണ്ടാക്കിയ ദൈവം, നദികൾ ഉണ്ടാക്കിയ ദൈവം, കുളിക്കാൻ 4 നദി ഉണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന
അടുത്തിരിക്കുന്നവരോട് പറ, ഇതുവരെ കർത്താവ് ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർക്ക് ഒറ്റ എണ്ണത്തിന് യഥാർത്ഥത്തിൽ യേശു ആരാണെന്ന് അറിയുന്നില്ല. ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ ചിരിച്ച് ആർത്ത് ഉല്ലസിച്ച് ഒന്നിനെ കുറിച്ചും ടെൻഷൻ വറി സ്ട്രെസ് ഇല്ലാതെ പറയും, അവൻ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നവനാകയാൽ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വത്തിൽ എല്ലാരും പറഞ്ഞ തട്ടിന് പറഞ്ഞാട്ടെ, ഡോണ്ട് വറി, ബി ഹാപ്പി, കവലപ്പെടകൂടാതെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, കവലപ്പെട വേണ്ട. ഹല്ലേലൂയ, ഒന്നിനെ കുറിച്ചും കവലപ്പെട വേണ്ട. ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? എപ്പോഴും നീ ചിരിച്ചുകൊണ്ടിരിക്കണം. 32 പല്ല് കാണിച്ച് നീ ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്റെ ചിരി നീ വെളിപ്പെടുമ്പോൾ പിശാച് ഓടും. നീ ചിരിച്ചാൽ പിശാചിന് പിടിക്കുകയില്ല. നീ കരഞ്ഞുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് ദുഃഖിച്ച് കുറ്റവും പറഞ്ഞ് നടക്കുന്നത് കണ്ട പിശാച് പറയുകയാണ് നിന്റെ തോളിൽ കൈയിട്ട്, ഇപ്പോൾ താൻ നീ എന്റെ ആളായ. നീ ചിരിച്ച് സന്തോഷിച്ച് നടക്കുമ്പോൾ അവൻ പല്ലുരുകി പോകും. ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകണമെങ്കിൽ യഹോവ ഭക്തന്റെ കുടുംബത്തിനകത്ത് സന്തോഷവും കേട്ടിട്ടുണ്ട് ഈ പാട്ട്? ഞാൻ പാടുന്നത് നീ ചിരിച്ചാൽ നീ ചിരിച്ചാൽ പോയി നോട്ട് ഇൻഫെക്ഷനായിട്ട് ഇരിക്കുകയാണ്. എന്നാലും വിടാത്തവനായ പ്രസംഗിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരത്തെ മീറ്റിങ്ങിന് ആൾക്കാർ 2.5 മണിക്കൂർ നിന്നത് ഒറ്റയെണ്ണ ഇരുന്നില്ല. കസേരയിൽ ചെങ്ങന്നൂര് അവിടുത്തെ പാസ്റ്റർ ട്രെയിൻ ചെയ്ത് വെച്ച് ഞാൻ കയറി പറഞ്ഞ ഏവനെങ്കിലും ഇവിടെ ഇരുന്ന അവനെ അടിച്ചു പുറത്താക്കുന്ന അയ്യാര് പറയാം. അങ്ങനെ കുണ്ട ഭയങ്കര തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള ചുണക്കുട്ടനായ പാസ്റ്ററാണ് അവിടെ ചെമ്പറ്റൂര്. അങ്ങേര് ആ ദേശത്തെ പിടിക്കും. പുള്ളി പറയണേ ഏവനെങ്കിലും ഇവിടെ ഇരുന്ന എല്ലാവരെയും അടിച്ചു പുറത്താക്കും. 2.5 മണിക്കൂർ കിടുകിട പറച്ചോണ്ട് ആൾക്കാർ അവിടെ നിന്ന് പിടിച്ചോണ്ടിരിക്കുക. വചനത്തെ പിടിക്കുക. എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നില്ല. ഓരോ 5 ഡയലോഗ് അടിച്ചതേ ആൾക്കാർ പറന്ന് പിടിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മള് ഒരു പാട്ട് ഞാൻ പറയാം. എന്താണ് അടുത്തിരിക്കുന്നവര് നോക്ക. നീ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. നീ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. നീ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യണം? ചിരിച്ചോ എനിക്ക് വേണ്ട തൊണ്ടോ അയ്യ. എന്താണ് ചിരിക്കണം. പ്രൈസ് ഉറക്ക ശരി. അടുത്ത ഫേസ് ടു ഫേസ് നോക്കിയിട്ട് വരാ. പേരൊന്നുമില്ല. നമ്മളെ പല്ലൊക്കെ എങ്ങനെ ഇരിക്കട്ടെ, നമ്മുടെ വാ എങ്ങനെ ഇരുന്നാലും പ്രശ്നമില്ല. നീ അതൊന്നും നോക്കണ്ട. നിന്റെ അടുത്തിരിക്കുന്നവനെ നിനക്ക് കണ്ടുകൂടെങ്കിലും ദൈവത്തിന് കാണാം. അതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. നിന്റെ അടുത്തിരിക്കുന്നവന് നിന്നോട് വെറുപ്പാണ്. പക്ഷേ ദൈവം പറയുന്നു, യവനെയാണ് എനിക്കിഷ്ടം. എല്ലാരും വെറുക്കുന്നവനെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം. അതുകൊണ്ട് ഇന്ന പകല് നീ പാട്ട് പാടണം. നിന്റെ വീട്ടിൽ ചെന്ന് നിന്നോട് മിണ്ടാത്ത, നിന്നോട് പിണങ്ങിയിരിക്കുന്ന നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയണം, നീ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. നീ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. ഇങ്ങനെ അടിയണം. അതിനനുസരിച്ച് എന്തോ ചെയ്യാനേ. ഇതൊന്നും നമുക്ക് പറ്റിയ ആൾക്കാരൊന്നും KFM-ലേ ഇല്ല. സത്യത്തിൽ എൻ്റെ മനുഷ്യ അനുസരിച്ച് ഈ ഫുൾ KFM-നകത്തെ ഒറ്റ എണ്ണ ഇല്ല. നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കത്തൊക്കെ സ്റ്റാൻഡ് ലെവലിലുള്ള ഒറ്റ എണ്ണ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലോ ലെവലിൽ പോകേണ്ടി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന ജനത്തിനനുസരിച്ചല്ലേ ശുശ്രൂഷ വെളിപ്പെടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ വെളിപ്പെടുന്നത് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മൊത്തം ഗ്രേസാണ് പറയുന്നത്. പ്രോസ്പെരിറ്റി ആൻഡ് ഗ്രേസ്. പക്ഷെ ഇവിടെ വന്നാൽ വെട്ടുകുത്ത് കൊലപാതകം. ഇരിക്കുന്ന ജനത്തിന് ആവശ്യമുള്ളതല്ലേ.
ഓരോ ജനത്തിന്റെ സ്റ്റാൻഡേർഡ്. ഇപ്പൊ എല്ലാരും പറയും പാസ്റ്റർ ഇവിടെ വെട്ടുന്നു, കുത്തുന്നു, അത് ചെയ്യുന്നു, നീയാണ് ഇയാൾ കയറിയ മുറിവേക്കുന്നു. ഈ മുറിവേക്കാനുള്ള പരിപാടി ചെയ്യുന്നവന്മാരെ വന്നിരിക്കുന്നത്. എനിക്ക് പറ്റി നല്ല ദൂത് പറയാൻ പറ്റി ഒറ്റയാണത് ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത്. കോഴിക്കോട് പണിയുന്നവനും താറാമുട്ട ഇറക്കാൻ പോകുന്നവനെയൊക്കെ ഉള്ള വിളിയുള്ളവനെ ഇവിടെ ഉള്ളൂ. നമ്മളെ അനുസരിച്ച്, നമ്മുടെ ഒരു പ്രവചനം അനുസരിച്ച് ഒരാളിനെ എഴുന്നേൽപ്പിച്ച് പ്രവചനം പറയാൻ പറ്റിയ വിളിയുള്ളവന് ഇതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് എൻ്റെ കുറ്റമല്ല. നിങ്ങൾക്ക് കേൾക്കുന്ന മെസ്സേജ് പറയുന്ന ഞാൻ ഇങ്ങനെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ജനത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇത് വരുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എല്ലാവരും അടുത്ത് ഇരിക്കുന്നവരെ നോക്കി ചിരിച്ചോണ്ട് ഈ പാട്ട് പാടണം. ഞാൻ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല, ഞാൻ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല, ഞാൻ ചിരിച്ചാൽ പിശാചിനെ പിടിക്കില്ല. ശൂന്യമായ പടകിനെ നോക്കി, നിന്റെ വീട്ടിനകത്ത് ശൂന്യമായ പാത്രങ്ങളെ നോക്കി, ശൂന്യമായ അരിപാത്രങ്ങളെ നോക്കി, ശൂന്യമായ പേഴ്സുകളെ നോക്കി, ശൂന്യമായ നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ ഭർത്താവിനെ നോക്കി, മാനസാന്തരപ്പെടുന്ന നിന്റെ തലമുറയെ നോക്കി, നിന്റെ ലൈഫില് നീ കണ്ണുനീരെന്ന് മാറുന്ന പാട്ടാണ് നീ പാടണം. ഞാൻ ചിരിച്ചാൽ പിശാചിനെ പിടിക്കയില്ല, പക്ഷെ ഞാൻ ചിരിക്കും, ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിക്കും, ഞാൻ നൃത്തം ചെയ്യും. അപ്പോൾ വെട്ടുകളെയും തുള്ളലും പച്ചപ്പെടും കളഞ്ഞ സംവത്സരങ്ങളിൽ ഞാൻ നിനക്ക് മടക്കി തരും. ഞാൻ നിന്റെ ലൈഫിൽ ചിലതിനെ സൃഷ്ടിക്കും. സൃഷ്ടിക്കണമെങ്കിൽ അറ്റ്മോസ്ഫിയർ മാറണം. സൂപ്പർ നാച്ചുറലായ ചിലത് നിന്റെ വീട്ടിനകത്ത് നടക്കണമെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം ഇന്ന് പകൽ മാറണം. ജീസസ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ സൂപ്പർ നാച്ചുറൽ നടക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അത്ഭുതം നടക്കണമെങ്കിൽ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, പേഴ്സണൽ ലൈഫിൽ മിറക്കിൾ സംഭവിക്കണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് വിശ്വാസമുള്ളവർ ഒരുമിച്ച് കൂടണം, ഫെയ്ത്ത് ഉള്ളവർ ഒരുമിച്ച് കൂടണം. എന്നിട്ട് ചിലത് പറയാൻ തുടങ്ങുമ്പോൾ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കും. അവിശ്വാസികൾ ഉള്ളിടത്ത് നടക്കത്തില്ല, നെഗറ്റീവ് പറയുന്നുള്ളവർ നടക്കത്തില്ല, ഉള്ളിടത്ത് നടക്കത്തില്ല, കലഹമുള്ളിടത്ത് നടക്കത്തില്ല. വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഫെയ്ത്ത് ഉള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മരിച്ചവർ എഴുന്നേൽക്കും. യായിറോസിന്റെ മകൾ മരിച്ചു കിടക്കുന്നു. കർത്താവ് പറയുന്നു, ദാ ഉറങ്ങിക്കിടക്കുന്നു. ഇതാണ് ഫെയ്ത്ത്. സിറ്റുവേഷൻ പറയുന്നവനല്ല വിശ്വാസമുള്ളവൻ. ഹല്ലേലൂയ. സിറ്റുവേഷൻ പറഞ്ഞ ആൾക്കാർ നമ്മളെ കൊല്ലും. ബുധനാഴ്ച രോഗിയെ കണ്ട അവൻ മരിച്ചു എന്ന് പറയും, അതുകൊണ്ട് പോണ്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച മാടൻ ഇറങ്ങുന്ന ദിവസം വെളിയിൽ ഇറങ്ങല്ലെന്ന് പറയും. പിള്ളേരെ ഒക്കത്തിരുത്തി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് പിള്ളേരോട് പറയും, ദാ അത് വരുന്നു, ഇത് വരുന്നു, പോലീസ് മാമൻ വരുന്നു, ദാ പിന്നെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്നതെല്ലാം നെഗറ്റീവാ. നമ്മൾ സിറ്റുവേഷനെ പറയുമ്പോൾ വിശ്വാസമുള്ളവൻ, സ്പിരിച്വൽ വേൾഡിലുള്ളവൻ പറയുന്നത് സാഹചര്യമല്ല, അതിനപ്പുറമുള്ളത് പറയും. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസമുള്ളവൻ പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതല്ല, അതിനപ്പുറമുള്ള ദൈവത്തിന്റെ പദ്ധതിയെ അവൻ വിളിച്ചു പറയും. മരിച്ചു കിടക്കുന്ന യായിറോസിന്റെ മകള്, അപ്പോൾ ദൈവം പറയുകയാണ്, യേശു പറയുന്നു, മരിച്ചുപോയി. ഉടനെ എടുത്ത് പഞ്ഞി വെച്ച് കയ്യും കാലം കെട്ടി ഇതിനെ അടക്കിയിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. നമ്മളെന്ത് പറയും? ഒരാൾ മരിച്ചു കിടക്കണ വീട്ടിൽ പറയും, കിടക്കണ ഏത് തടി വെട്ടണം, പൊടി വെട്ടണോ, മാവ് വെട്ടണോ? പ്രൈസ് ദി ലോർഡ്. എവിടെ കുഴിയെടുക്കും?
മരിച്ചില്ല, ചൂട് പോലും മാറിയില്ല. ചൂട് മാറുന്നതിന് നമ്മൾ പറയും തടി വെട്ടോ, അത് ഇത് കുഴിവെട്ട്, കാല് കെട്ടടാ, കുളിപ്പിരടാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൗഡർ വാങ്ങിച്ചോണ്ട് വാ, ഇതെല്ലാം നമ്മൾ പറയും. പഞ്ഞി വെക്ക്, ഹല്ലേലൂയ. പക്ഷേ വിശ്വാസമുള്ളവൻ പറയുന്നതെന്ന് അറിയാമോ? ചൂട് മാറിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ കർത്താവിന്റെ ഹിതമാണെങ്കിൽ എഴുന്നേക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിശ്വാസമുള്ളവർ പറയും. ഞാൻ രാജസ്ഥാനില് ഓൾ ഇന്ത്യ ട്രിപ്പിന് പോയപ്പോൾ രാജസ്ഥാനിൽ വെച്ച ദുബായിലുള്ള ഒരു ദൈവദാസൻ, എൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ മധ്യപ്രദേശിലെ ട്രൈബൽസിൻ്റെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു അറ്റാക്കായി, സൈലന്റ് അറ്റാക്കായി മരിച്ച് രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നു. ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം മരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഭാര്യ വിളിച്ചു പറയുന്ന, പാഷ മടങ്ങി വാ. പറഞ്ഞു, എന്താ പറ്റി? പ്രൈസ് ദി ലോർഡ്, എൻ്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ ഞാൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നില്ല. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചാൽ, അഭിഷിക്തന്റെ ഭാര്യ ദുബായിലുള്ളവർ പറയാണ്, ശ്രീജു പാഷ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭർത്താവ് എഴുന്നോക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലൊരു വിശ്വാസം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ അളിയൻ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു കിടക്കുന്നു. അവൻ പറയുകയാണ്, ബ്രദറെ വാ. അവരുടെ ഭർത്താവ് ഭാര്യ പറഞ്ഞു, വാ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭർത്താവ് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ എഴുന്നേക്കും. ചിലരുടെ ഫെയ്ത്ത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പച്ചൻ മരിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് 1 മണിക്കൂർ ഞങ്ങൾ അനിമോനും ഞാനും വിജയം ബ്രദറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൈവച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അദ്ദേഹം ഉറങ്ങുകയാണ്. അദ്ദേഹം മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1/2 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരവസരവും നമ്മൾ പാഴാക്കരുത്. കാരണം നമ്മുടെ കാണുന്ന സിറ്റുവേഷൻ അപ്പുറം ചിലത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. വിശ്വാസമുള്ളവന്റെ കൂടെ നടക്കാവൂ, അവിശ്വാസമുള്ളവന്റെ കൂടെ നടക്കരുത്. വിശ്വാസം പറയുന്നവന്റെ കൂടെ നീ പറഞ്ഞ് നടക്കാവൂ. യായിറോസിന്റെ വീട്ടിലെ റൂമിനകത്ത് കയറിയിട്ട് കർത്താവ് പറഞ്ഞു, ഈ മകൾ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൂടെ ഉള്ളമാരെ കാണിച്ച് പുറത്താക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് പിന്നെ ഈ കൈയും കാലും കെട്ടാൻ വേണ്ടി പിന്നെ കഞ്ഞി വെച്ച് കുടിക്കാൻ, പയറും കഞ്ഞിയും കുടിക്കാൻ നിൽക്കുന്നവന്മാരെല്ലാം അടിച്ച് പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മരണ വീട് വന്നാൽ ആദ്യം ആൾക്കാർ ചെയ്യുന്നത് കുപ്പി വായനടാന്ന് പറയും. കുപ്പി വായനടാ. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം പേരുണ്ട് ചീട്ട് കളിക്കാൻ, ഒരു കൂട്ടം പേരുണ്ട് കുപ്പി വാങ്ങിക്കാൻ, ഒരു കൂട്ടം പേര് സാമ്പാർ തിന്നാൻ, ഒരു കൂട്ടം പേര് ഇഡ്ഡലി തിന്നാൻ, ഒരു കൂട്ടം പേര് കരയാൻ, നിലവിളിക്കാൻ, അതിൻ്റെ ഇടയിൽ മോഷണം നടത്താൻ, പരദൂഷണം പറയും. ഇതെല്ലാം ഈ മരണ വീടും കല്യാണ വീട്ടിനകത്തുള്ളതാണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിലുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവ് പറഞ്ഞു, ഇവനെ അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു, ഈ കൂട്ടങ്ങളെ അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. പ്രൈസ്. എന്നിട്ട് കർത്താവ് വിശ്വാസമുള്ള യാക്കോബിനെ അകത്തേറ്റ് പ്രാർത്ഥിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് കാര്യം അത്ഭുതം ചെയ്താലും എനിക്ക് ചെയ്യണമെന്ന് വിശ്വാസവീരനായ പത്രോസിനെ അകത്ത് കയറ്റ്, സ്നേഹമുള്ള യോഹന്നാനെ അകത്ത് കയറ്റ്. ഹല്ലേലൂയ. ദൈവ സ്നേഹമുള്ളവൻ. എന്റെ കർത്താവ് ക്രൂശിൽ കടന്നപ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവൻ. ആ യോഹന്നാനെ അകത്ത് കയറ്റ്. വിശ്വാസത്തോടെ എന്റെ കർത്താവ് ഇവിടെ പോയാലും ചാടിയിറങ്ങുന്ന പത്രോസിനെ അകത്ത് കയറ്റ്. പ്രാർത്ഥന വീരനായ യാക്കോബിനെ അകത്ത് കയറ്റ്. ഇപ്പൊ കാണാം ഈ മരിച്ചു കിടക്കുന്നവളെ എഴുന്നേക്കുന്നത്. എന്റെ മരിച്ച വിഷയം എഴുന്നേക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മരിച്ച വിഷയങ്ങൾ എഴുന്നേക്കണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ അറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിയാൻ നീ ശ്രമിക്കരുത്. നീ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ദൈവശക്തി എന്തെന്ന് നീ അനുഭവിച്ചറിയണമെങ്കിൽ നീ ബൈബിൾ വായിച്ചത് കൊണ്ട് പോരാ, ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ട് പോരാ, ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടാ പോരാ. ഇന്ന് പകൽ മഹിമ കണ്ട സാക്ഷിയായി, മഹത്വം കണ്ട സാക്ഷിയായി പത്രോസ് പറഞ്ഞു, ഞാൻ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവനായിട്ടല്ല, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസമുള്ളവനുള്ളതാണ്. അവിശ്വാസവും നെഗറ്റീവും പറയുന്നവനുള്ളതല്ല. അത്ഭുതം നിന്റെ ലൈഫിൽ കാണണോ? മരിച്ച വിഷയം എഴുന്നേക്കണോ? ഇന്ന് നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവനെ കൂട്ടിക്കോ, യേശുവിനെ സ്നേഹിക്കുന്നവനെ കൂട്ടിക്കോ, വിശ്വാസ വീരനെ കൂട്ടിക്കോ. നിന്റെ കൂട്ടുകാർ അങ്ങനെയുള്ളവനായിരിക്കണം.
പരദൂഷണം പറയുന്നവനല്ല, അവിശ്വാസം പറയുന്നവനല്ല, നെഗറ്റീവ് പറയുന്നവനല്ല, പിറുപിറുക്കുന്നവനല്ല, ജാതികളെ പോലെ ജീവിക്കുന്നവനല്ല. ഇന്ന് പകൽ നിന്റെ കൂട്ടുകാരൻ വിശ്വാസിയായിരിക്കണം, വിശ്വാസവീരമുള്ളവൻ. അത്ഭുതം നടക്കും. നമ്മളെ കൂട്ടുകാരാരോടോ അങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത്. നമ്മൾ പറയുന്ന സൂപ്പർ നാച്ചുറൽ വിശ്വാസത്തിന്റെ വാക്ക് കേട്ട് കളിയാക്കുന്നവനല്ല. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, ജാഗോർ വാങ്ങിക്കും, ഫ്ലൈറ്റ് വാങ്ങി. ഞാൻ 2010 പറയും. 2010 ഞാൻ വിളിച്ച് പറയും വലിയ വലിയ കാര്യങ്ങൾ. ഫ്ലൈറ്റ് വാങ്ങിക്കും, ടെമ്പോ ട്രാവലർ വാങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതിന്റെ കാലം കഴിഞ്ഞു. കാരവാൻ വാങ്ങിക്കുമെന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ വിളിച്ചു പറയുന്ന ഫെയ്ത്ത് കേട്ട് കണ്ട് ചിരിച്ചവരുണ്ട്. പക്ഷെ ഇന്ന് അവന്മാരെ ഇടപാട് തീർന്നിരിക്കും. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്ന നൈറ്റ് പ്രയറിന് വരുമ്പോ വലിയ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ പാപത്തിൽ ചിരിച്ചവരുണ്ട്. ഇന്ന് അവരില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവിശ്വാസികളെ സൂപ്പർ നാച്ചുറൽ പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്നവന്റെ ഇടയിൽ വന്നിരുന്ന നമ്മുടെ വിശ്വാസം ഇവിടെ പോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്നത് നമ്മുടെ ബലത്തിലല്ല, നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന, നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ. നിന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. നിന്റെ ബലത്തിലൊന്നും നടക്കത്തില്ല. നിന്റെ പണത്തിലൊന്നും നടക്കത്തില്ല. നീ വിചാരിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഒരു തലമുറയെ ചോദിച്ചപ്പോൾ നക്ഷത്രങ്ങളെ വാരിയെറിഞ്ഞ ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. എനിക്കൊരു തലമുറയെ തരൂ എന്ന് ചോദിച്ചപ്പോൾ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ തരാമെന്ന് പറഞ്ഞ എൽ ശദായിയായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിശാച് നിന്റെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചതിന്റെ 100 മടങ്ങ് തരാൻ അവൻ ശക്തനാണ്. ഇന്ന് പകൽ നിന്റെ വീട്ടിൽ നീ പറയേണ്ടത് വിശ്വാസത്തിന്റെ വാക്കാണ്. അവിശ്വാസത്തിന്റെ വാക്കല്ല, വിശ്വാസത്തിന്റെ വാക്ക് നീ വിളിച്ചു പറയണം. ദൈവങ്ങളെ, നിങ്ങളുടെ വായിന്ന് അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. അടുത്തിരിക്കുന്ന അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. ഇല്ല എന്ന് പറയരുത്. ഇല്ല എന്ന് പറയരുത്. പിറുപിറുക്കരുത്. ഇല്ല എന്ന് പറയരുത്. ദാരിദ്ര്യം പറയരുത്. പോവർട്ടി സ്പിരിറ്റിനെ നമ്മൾ വലിച്ചെറിയണം. ഹല്ലേലൂയ. ദാരിദ്ര്യം പറയരുത്. കാരണം യേശു പറഞ്ഞു, ഞാൻ ദരിദ്രനായി വന്നത് നിന്നെ സമ്പന്നനാക്കാൻ.